வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட மாம்ஸ் பாஸ் ஜாயின் பண்ணியிருக்காங்க. ஓகே, பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 2க்குள்ள போயிடலாம். போயிடலாம் மாம்ஸ்? எஸ். ஓகே. ഗ്രീൻ റയർ தான். ഗ്രീൻ കളറിലെ കാർ. ചെറിയ കണ്ണ്, തീരെ ചെറുത്. നോ, തിക്ക മുസ്റ്റാഷ്. ഇതിനേക്കാൾ നീണ്ട മുഖം, ഓവൽ ഷേപ്പ്. യെസ്, ദാറ്റ്സ് ഹിം. ശ്രീനിവാസവാ? ക്യാപ്റ്റൻ, ഹി വാസ് വെയിറ്റിംഗ് ഫോർ യു. 6 മണി ജസ്റ്റ് ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നതാ. ക്യാരി ഓൺ ജെന്റിൽമെൻ. താങ്ക് യു. നേവിയാ? പാർട്ടിക്കിടെ അയാളുമായിട്ടുണ്ടായ ആ സില്ലി ഫൈറ്റിനെ പിടിച്ചാണോ ഈ അറ്റം വരെ എന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചത്? ക്യാപ്റ്റന്റെ കാറിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ക്യാൻ ഐ ഹാവ് എ ലുക്ക്? 2005 മോഡലാണെന്ന് ആരും പറയില്ല. നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ക്യാപ്റ്റൻ അല്ലാതെ വേറെ ആരെങ്കിലും ഈ കാർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഒരാഴ്ചക്ക് മുമ്പ്, അറൌണ്ട് 14th or 15th. എനി പ്രോബ്ലം? നോ. ഷ്യൂർ? യാ. ഡ്യൂട്ട്സാ? ഈ കാർ ഞാനല്ലാതെ മറ്റാരും ഉപയോഗിക്കാറില്ല. ഒരു റോയ് അറിയോ? കൊച്ചിയിലൊരു നൊട്ടോറിയസ് ഗുണ്ടയാണ്. നോ? അതാ എന്റെ വണ്ടി. ഈ 28-ന് എന്താ പ്രോഗ്രാം? ക്യാമ്പ് ഓഫീസ് വരെ ഒന്ന് വരണം at 10 o'clock. സുപ്പീരിയേഴ്സിന്റെ പെർമിഷൻ ഞാൻ വാങ്ങിച്ചോളാം. വിൽ ഹാവ് കോഫി. മുംബൈയിൽ പോയിരുന്നു അല്ലേ 2 മാസം മുമ്പ്? പാസഞ്ചർ ലിസ്റ്റിൽ പേര് കണ്ടതുപോലെ. പോയിരുന്നു. പാരന്റ്സ് അവിടെയാണ്. അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരാളുമായി ബന്ധപ്പെട്ടിരുന്നു. ஓகே. அவர் எதுக்கு கோவப்படுறாரு? சஸ்பெக்டாக ட்ரீட் பண்றான் அப்படின்ட்டு. பட் എല്ലാ സർക്കംസ്റ്റൻസും അവരെ തന്നെ കാട്ടുത്. റോയിയെ ചോദ്യം ചെയ്യാൻ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ അവന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നു. ആ നേവിക്കാരൻ ആര്യനും അയാളും തമ്മിൽ പിന്നീട് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ, വീണ്ടും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇത്രത്തോളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അവന്റെ ലൈഫ്. ഞാൻ വിചാരിച്ച അവനൊരു ചെറിയ പയ്യനായിരുന്നു എന്നാ. ആ രീതിയിലേ ഇടപെട്ടിട്ടുള്ളതും. ഇന്നായിരുന്നു അവന്റെ എൻഗേജ്മെന്റ് ഡേറ്റ് റെബേക്കയുമായിട്ട്. വളരെ ഫ്രാങ്ക് ആയിട്ട് ചോദിക്കുകയാണ്. ഫാമിലിയിൽ നിന്നും വേണ്ടത്ര റെസ്പെക്ട് കിട്ടുന്നില്ല എന്ന് അവനിടയ്ക്ക് കംപ്ലൈന്റ് ചെയ്യുമായിരുന്നു. അതിന്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഇവിടെ? നോ, തെറ്റ് കാണുമ്പോൾ ചിലപ്പോൾ വഴക്ക് പറയും. പക്ഷെ അതൊരിക്കലും ഡിസ്റെസ്പെക്ട് ആയിരുന്നില്ല. അവന്റെ ചില ആക്ടിവിറ്റീസും ചില കമ്പനികളും. ബ്ലാക്ക്ബെറി, ബ്ലൂബെറി. பிளாக்பெரி தான். ബ്ലൂബെറി, ப்ளூபெரி நம்ம சாப்பிடுறது. ഹലോ, റബേക്കയാണ്. വിളിക്കാൻ പറഞ്ഞിരുന്നു. യാ. എപ്പോഴാ എനിക്ക് റബേക്ക ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുക? ഇപ്പൊ ഞാൻ മുംബൈയിലാണ്. ഇന്ന് ആഫ്റ്റർനൂൺ ഓക്കെ, ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. அவர் கல்யாணம் பண்ணி ஒரு பொண்ணு தானே, இந்த ஜெயசூர்யாவா? ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തവരുടെ സ്റ്റേറ്റ്മെന്റ്സ് അൺയൂഷ്വലായി ഒന്നുമില്ല. ഇത് ഹൈദരാബാദ് പോലീസിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. അവിടെ നടന്ന ഷൂട്ടൌട്ടുമായി കണക്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ് അവരുടെ സ്റ്റാൻഡ്. അതവർ ഇതിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിയാൻ വേണ്ടി പറയുന്നത്. അത്രയും എക്സ്പേർട്ട് ആയ ഒരു ഷാർപ്പ് ഷൂട്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ പിറകിൽ ആ മാവോസ് ഗ്രൂപ്പിനുള്ള പങ്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഹൈദരാബാദ് പോലീസ് കോഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും സെൻട്രൽ ഏജൻസിയുടെ അസിസ്റ്റൻസ് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ സർ. മറ്റു മെട്രോസിൽ നിന്നുള്ളത് വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. யாரு ஒரு தலா அஜித் மாதிரி இருக்காரு? எல்லாம் மாவோயிஸ்ட் கேங் போல. ஆந்திரா ஃபாரஸ்ட்ல எல்லாம் இருக்கும். கபில் தேவ் மாதிரி இருக்காரு சீனி அவர் பாக்குறதுக்கு. ஆமாம்பா. ഇതല്ല, he was more. ഹലോ, ഈവനിംഗിൽ ഒന്ന് കാണണം. അറൌണ്ട് 8 o'clock. ரொம்ப நேரமா காணலன்னு അന്ന് രാത്രി നമ്മൾ മീറ്റ് ചെയ്തു ഇവിടെ വെച്ച്. ആ ടേബിളിലാണ് നമ്മൾ ഇരുന്നത്. மறுபடியும் வந்துட்டாங்களா? புண்ணு இருக்குல்ல. ഒരുതരം ഇറിറ്റേറ്റഡ് ടോണിലാണ് DGP സംസാരിച്ചത്. ടീമിന്റെ സൈഡിൽ നിന്ന് ഒരു ഉത്സാഹവും ഇല്ലെന്ന് അങ്ങേരുടെ വാദം. എന്നാ അയാളോട് പറ വന്ന് അന്വേഷിക്കാൻ. അങ്ങേരെ കുറ്റപ്പെടുത്തണ്ട. മിനിസ്ട്രി ലെവലിൽ നിന്ന് വരെ പ്രശ്നം വരുമ്പോ അങ്ങനെ ഉണ്ടെന്ന് പറയാം. ഒരാഴ്ചയായിട്ട് ഡെവലപ്മെന്റ്സ് ഒന്നും ഇല്ലെന്ന് ആര്യന്റെ വീട്ടുകാരും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പ്രസ് മീറ്റ് നടത്തുന്ന പറയുന്നത്. 3 സോളിഡ് സസ്പെക്ട്സിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ക്യാപ്റ്റൻ ശ്രീനിവാസ്, റോയ്, പിന്നെ രേഖാചിത്രം. ആ ഡെവലപ്മെന്റ്സ് ആരും കണ്ടില്ലേ? ഈ 3 പേരും എവിടെയോ എങ്ങനെയോ കണക്റ്റഡ് ആണ്. വേണ്ട വളരെ കുറച്ച് ഞാൻ ചോദിക്കുന്നുള്ളൂ. ഉത്സാഹം കെട്ടുപോകാൻ എന്നെ സംബന്ധിച്ച് മരിച്ചതങ്ങനെ ഏതെങ്കിലും ഒരാളല്ല. ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരില്ല നിനക്ക്. ദാറ്റ്സ് മൈ വേർഡ്. അവിടെ നിന്ന് നമ്മൾ പിരിഞ്ഞതിന് ശേഷം ഏതാണ്ട് 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴായിരുന്നു ആ ഫോൺ കോൾ. இந்த கேப்ல எப்படி கண்டுபிடிச்சாரு? The case is solved. ஏதோ க்ளூ கிடைச்சிருக்கும். പ്രതിയെ ഞാൻ കണ്ടെത്തി.
ஏன்னா அது 20 நிமிஷத்துல கிராஸ் பண்ண வேண்டிய இடத்த 45 நிமிஷமா கிராஸ் பண்ணியிருக்காரு. நடுவில் ஏதோ நின்றுருக்காரு. 3 பேர் சொன்னாரு. இந்த ஒரு கேப்டன் ஒருத்தர், இன்னொருத்தவன் പിടിച്ചാனே അവരും அந்த മാവോയിസ്റ്റ് എന്ന് പറയുമ്പോ ആക്സിഡന്റ് നടക്കുന്ന നേരത്തെ എനിക്കറിയാമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ അന്ന് രാത്രി നമ്മൾ പിരിയുന്ന നേരം മുതൽ ആക്സിഡന്റ് വരെയുള്ള ഏതോ ഒരു ഗ്യാപ്പിൽ നീ കണ്ടെത്തി ആരാ പ്രതിയെന്ന്. ആന്റണി മോസസ് പാതിയാക്കിയ കേസ് ഡയറി ആന്റണി മോസസ് തന്നെ പൂർത്തിയാക്കണം. എനിക്ക് ആ കേസ് ഡയറിയിൽ ഞാൻ കുറിച്ചിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയില്ല, സ്ഥലങ്ങൾ എനിക്കറിയില്ല, എന്നെ തന്നെ എനിക്കറിയില്ല. ഞാൻ ഭയങ്കരമുള്ള കേസ് ഡയറിയിൽ വ്യക്തികൾ, സാക്ഷികൾ, സസ്പെക്റ്റുകൾ, തെളിവുകൾ, അതിനപ്പുറം വേറെ ആരെ അറിയേണ്ട കാര്യമില്ല. കേസ് തെളിയിക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ് അതിലെ ആളുകളും അവരുടെ മൊഴികളും സ്ഥലങ്ങളും. നഷ്ടപ്പെട്ടത് ഓർമ്മയാണ്, ചിന്താശക്തിയല്ല. യു സ്റ്റിൽ കൻ തിങ്ക് പ്രോപ്പർലി. ഈ കേസുമായി മുന്നോട്ട് പോകാൻ അതാണ് ഏറ്റവും വേണ്ടത്. ഒരിക്കൽ നീ എത്തിയെടുത്ത് വീണ്ടും നിനക്ക് എത്താൻ കഴിയും. നിനക്ക് ആക്സിഡന്റ് ആയ സമയത്ത് വേറൊരു ഓഫീസറെ ഇൻവെസ്റ്റിഗേഷൻ ഏൽപ്പിക്കണമെന്ന ഒരു ആലോചന വന്നപ്പോൾ ഞാൻ അതിനെ എതിർത്തതും ആ ഉറപ്പ് എനിക്കുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ നിന്നെപ്പറ്റി തോന്നുന്ന ഉറപ്പ് വേറൊരു ഓഫീസറോട് എനിക്ക് തോന്നാത്തതുകൊണ്ടാ. പക്ഷേ എന്റെ ഈ കണ്ടീഷനിൽ ഹയർ ഒഫീഷ്യൽസിന്റെ പെർമിഷൻ കിട്ടാൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു ആക്സിഡന്റ് എന്നതിനപ്പുറം ഒരു ഡീറ്റെയിലും ഒരാൾക്കും അറിയില്ല, നിനക്കും എനിക്കും നിന്റെ ഡോക്ടർക്കും ഒഴിച്ച്. അങ്ങനെ ഒരു സീക്രസി ഞാൻ മെയിൻറ്റെയിൻ ചെയ്തത് ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാ. യു ആർ ഫിറ്റ് ടു കണ്ടിന്യൂ വിത്ത് ദിസ് കേസ്. എന്റെ സർട്ടിഫിക്കറ്റ്. ഞാനും ഹയർ ഒഫീഷ്യൽ ആണല്ലോ. ஆமா, இவருக்கு வந்து அந்த சிம்பிள் வேறையா இருக்கு. அவர் கமிஷனர். ഇറ്റ്സ് നോട്ട് ഈസി, ഐ നോ, ബട്ട് ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. ഇതിനേക്കാൾ വലിയ റിസ്കുകൾ ആന്റണി മോസസ് എടുത്തിട്ടുണ്ട്. എല്ലാവരെയും എല്ലാത്തിനെയും ഞാൻ ഫേസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു പോലീസ് ഓഫീസറുടെ ലൈഫിനെ ഫേസ് ചെയ്യാൻ ഞാൻ പ്രിപ്പയർഡ് ആണെന്ന് എനിക്കറിയില്ല. ഐ നീഡ് ടൈം ടു ഡിസൈഡ്. എനിക്ക് എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടറെ ഒന്ന് കാണണം. He was Anthony Moses A. and you are Anthony Moses B. എയ്ക്ക് അറിയാവുന്ന ആൾക്കാരെയും സംഭവങ്ങളെയും ബിക്ക് അറിയില്ല. ഒരു പേഴ്സണൽ ഡീറ്റെയിൽസും അറിയില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടുപേരും രണ്ടാൾക്കാർ തന്നെയാണ്, സ്വഭാവത്തിലും ആറ്റിറ്റ്യൂഡ്സിലും പ്രിഫറൻസസിലും ഒക്കെ. പക്ഷെ എയ്ക്ക് അറിയാവുന്ന ഭാഷകൾ, പഠിച്ച കാര്യങ്ങൾ, സ്കിൽസ് ഒക്കെ ബിക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പോ ഡ്രൈവിംഗ് അറിയാമെങ്കിൽ അത്, സ്വിമ്മിംഗ്, ഗെയിംസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്, പിന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ് ലെസൺസ്, അതിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. മസിൽ മെമ്മറിலாம் எல்லாமே அப்படியே இருக்கு. But I want to get back to being this Anthony Moses A. அது கஷ்டம். பட் லைஃப்ல ஒரு செகண்ட் சான்ஸ் கிடைச்ச மாதிரி நினைச்சுக்க வேண்டியதான். நியூ லைஃப். ആപ്പിൾ കുഴപ്പமான നിലയിൽ ആയിടും. ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് സ്ഥാപകരിൽ ഒരാൾ സ്റ്റീവ് വോസ്നിയാക്ക് കക്ഷിക്ക് ഒരു പ്ലെയിൻ ക്രാഷിൽ ഇതേപോലെ ഓർമ്മ നഷ്ടപ്പെട്ടു. 5 ആഴ്ചയ്ക്കുള്ളിൽ അത് തിരിച്ചു കിട്ടുകയും ചെയ്തു. സോ മെനി എക്സാമ്പിൾസ്. അതെ, ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കാം, അടുത്ത മാസമായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസമായിരിക്കാം. ചില ടൈം തൂങ്ങിയിരുന്നാ കൂടെ ஞாபகம் வந்துரும். ഒരിക്കലും റിക്കവർ ചെയ്യാത്തവർ, അതിനും ഉദാഹരണങ്ങൾ ഉണ്ടാവില്ലേ? കുറവാണ്, ബട്ട് യെസ്, അതുകൊണ്ട്. ബട്ട് കമോൺ, എന്തിനാ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? എനിക്ക് എന്റെ ജോലി ചെയ്യാൻ പറ്റുമോ? ഐ മീൻ, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ, എനിക്ക് തോന്നുന്ന കൺക്ലൂഷൻസ്, അതൊക്കെ കൃത്യമായിരിക്കുമോ? സുഡോക്കു அப்பெல்லாம் செம கேம்ல இது. സോൾവ് ഇറ്റ്. நீ ஸ்கூல்ல அசைன்மெண்ட்லாம் கொடுப்பாங்க இது சுடோக்கு. நியூஸ் பேப்பர்ல எடுத்து போஸ்ட் பண்ண சொல்லுவாங்க, போஸ்ட் பண்ணிட்டு இருப்பேன் வின்னர் லிஸ்ட்டுக்கு. ஓகே ஓகே. Go to work, man. வேலைக்கு போப்பா தம்பி. பச்சை கலர் காரு. ஆனா இது அம்பாசிடர் இருந்தாலும் பச்சை கலர் காரை காமிக்கிறதுக்கான ரீசன் எதுக்குங்க? கரெக்டா, பச்சை கலர்ல ரேர் கார்ல ஃபாலோ பண்றோட நைஸ் ஜீப். அந்த போலீஸ் இன்ட்யூஷன் இருக்கு, அது அடிக்கும் போதே தெரிஞ்சு போச்சு. போட்டு பொலன்னு பொலந்தரல ஒரு 4 பேர் அண்ட் டாப்ல. வெரி குட். எனக்கு இன்னும் இவன் மாதிரி தெரியல, இவன் வேற அந்த கேர்ள் டச் பண்ணதுனாலதான் இவன் டம்மி. ഞാനും പ്രശ്നം ഉണ്ടാക്കാൻ വന്നല്ല. 12 പേരുണ്ട് സാറിന് ചുറ്റും. ആരും വെറും കൈയോടെയല്ല നിൽക്കുന്നതും. സുത്ത് പോട്ടിருக்காங்க. നീ എന്നാ വേണം ബാസ്? ഇങ്ങനെയല്ലാതെ എനിക്ക് നേർക്കുനേർ വന്ന് സാറിനോട് പറയാനുള്ളത് പറയാൻ പറ്റില്ലല്ലോ. അന്ന് ഞാൻ ഫ്ലാറ്റിൽ വന്നത് സാറിന്റെ കൈ വെട്ടാൻ തന്നെയാ. ഭാര്യ കയറി പിടിച്ചതിനോട് ആണായിപ്പിറന്നവൻ അതേലും ചെയ്യണ്ടേ സാറേ? അന്ന് നടക്കാത്തോണ്ടാ ഞാനിപ്പോ നേരിട്ട് സാറിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ സാർ എന്റെ കുടുംബത്തിൽ കയറി മേയുമെന്ന് എനിക്കറിയാം. മാന്യമായിട്ട് ടാക്സി ഓടിച്ച്
ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ ജീവിച്ചിരുന്ന ഞാനിപ്പോ ഈ നിലയിലായെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം സാറിനാ. ആ പോലീസുകാരൻ മരിച്ച സംഭവത്തില് എനിക്കൊരു പങ്കുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാണ് സാറേ. എനിക്കൊരു പേടിയില്ല. അതിലും എന്നെ പെടുത്താൻ നോക്കരുത്. എല്ലാത്തിന്നും വിട്ട് പഴയ പോലെ ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങാൻ പോവാ. പിന്നെയും വന്ന് കേറരുതാ. ഒരു റോയിയുടെ മാത്രമല്ലല്ലോ സാറേ, ഒത്തിരി പേരുടെ ശാപം മേടിച്ചു കൂട്ടിട്ടില്ലേ ആവശ്യത്തിന്. நிறைய தப்பு பண்ணிட்டாரு போல போலீஸாருக்கு போ. ഞാൻ വീണ്ടും ചാർജ് എടുക്കുന്നു. നാളെ മുതൽ நல்ல டிஃபரன்சியேஷன். ஃபிளாஷ்பேக் இருக்குன்னு ஈஸியா பார்த்தா தெரிஞ்சுக்கிற மாதிரி. நைஸ் டீடைல். அஷ்ரஃப் ஆண்டனி மோசஸ். ഗുഡ് മോർണിംഗ്. நிறைய பேருக்கு புதுசா இருக்கும்னு நினைக்கிறேன். என்ன திரும்பி குட் மார்னிங்லாம் வைக்கிறாரு. இவன் இப்படி சொல்ல மாட்டாங்க. ஸோ மோசமான ஆளா இருந்திருக்காரு, இப்ப நல்ல ஆளா இருக்காரு. നൈസ്. സാർ, ഇന്ന് 2 കാര്യങ്ങളുണ്ട് സാറെ സന്തോഷിക്കാൻ. സാറ് വന്നതിന്റെ പിന്നെ അമ്മുവിന്റെ റിസൾട്ട് തന്നെ വന്നു. സെക്കൻഡ് ചാൻസിലാണെങ്കിൽ അവള് ക്ലാസ്സോട് കൂടി തന്നെയാ പാസ്സായിരിക്കുന്നത്. யார் அம்மோ? അവരോട് പൊണ്ണാ இருக்குമോ? കടമായിട്ടല്ല തന്നതെന്നറിയാം. എന്നാലും ഇനി വേണമെങ്കിൽ ചോദിക്കാനും സാറിന്റെ അടുത്ത് തന്നെ വരണമല്ലോ. അവൾ MBA എന്നൊരു താല്പര്യം പറയുന്നുണ്ട്. എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നറിയില്ല. എന്നാലും പഠിക്കട്ടെ അല്ലേ സാറേ? அவருக்கு தெரிஞ்சிருச்சு அவர் இல்லைன்ட்டு. உள்ளே சரக்கு வச்சிருக்காரு. ஆண்டனி மோசஸ் வேணாம். ஆமா, பிஏவே வளர்ந்துரு. സിഗരറ്റ് നീ സല്യൂട്ട് വെച്ചാൽ കണ്ടുപിടിக்கலாம். ഇവിടെ വന്നപ്പോഴാണ് നിങ്ങൾ ജോയിൻ ചെയ്ത വിവരം അറിഞ്ഞത്. சீனியர் ஆபீசரா போட்டு உட்காந்து அப்படிங்கிறனால மாட்டிக்கிட்டாரு. சீனியரா ஜூனியரா தெரியல. ഐ എം ഓക്കെ. പ്ലീസ്. சீனியரா தான் சல்யூட் வைக்கணும். ஆமா, அவரு வைக்க மாட்டேங்கிறாரு. ஒரே ஒரு மார்க்கமா தான் பாக்குறேன். വരുന്നതിന്റെ പിന്നത്തെ സൺഡേ ഐ ബി എക്സ്പെക്ടിങ് യു. எனக்கு தெரிஞ்ச சீனியர் தான். அவர் பேர் வித்தியாசமா இருக்கு. ഞാൻ എത്തിക്കോളാം. இன்ட்ரெஸ்டிங். പോട്ടെ. கன்ஃபார்ம் சீனியர் தான். கோபம் போற. ஏன்னா போனோம்னா அவர் எழுந்து மரியாதை பாப்பாரு நினைக்கிறேன். டெசிக்னேஷன் சூப்பர் போலி தம்பினி ஏசிபி பா. ஏன்னா அவர் உள்ள നടന്നു பார்த்தவனே எழுந்து சொல்லிட்டு അങ്ങേരനെ വിളിച്ചിരുന്നു. നീ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്തോന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പ്. നോയിങ് ഹൂ ഇസ് ഹൂ ആൻഡ് വാട്ട്സ് വാട്ട്. நல்ல ஸ்டோரி லைனா இருக்கு. எனக்கு லைட்டா பில்லா படம் பாக்குற மாதிரி இருக்கு. அப்படியா? അതിൽ റിപ്പർ തന്നെ இல்லையா? பில்லால இல்லையா? പുരാക്കന്മാരാ, എവിടെ വെച്ചപ്പോ കണ്ടാലും സല്യൂട്ട്. അജിത് നടിച്ച പടത്തിൽ റിപ്പർ ചെയ്യാത്തതിന്റെ പേരിൽ ലോ ആൻഡ് ഓർഡർ AC ട്രാഫിക്കിൽ പോയി വീണ ചരിത്രമുണ്ട്. ഇങ്ങനെ അത് മറന്നിട്ടില്ലാന്ന് തോന്നുന്നല്ലേ. அவரோட தங்கச்சி கூட இவர் பேசிட்டு இருந்தாருல்ல. அதான் அவன் தங்கச்சி கல்யாணம் பண்ண வரா இருப்பாரா? அதான் எனக்கு என்ன ரிலேஷன் தெரியல. அப்பார்ட் ஃப்ரம் ஃப்ரெண்ட்ஸ். ജോൺ ജേക്കബ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്, മട്ടാഞ്ചേരി. മട്ടാഞ്ചേരി. ചാർജ് എടുത്തു പറഞ്ഞു. രാവിലെ മുതൽ കോമ്പിങ് ആയതുകൊണ്ട് വന്നൊന്നും കാണാൻ പറ്റിയില്ല. സി ജെയിംസ് സർ, ഇതോടനെങ്ങാനും തീരൂ. സാറ്റർഡേ അല്ലേ സർ, നേരം വെളുക്കും. ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ. അല്ല, സാറ് വേണേലും വണ്ടിയിലേക്ക്. പറഞ്ഞാ മനസ്സിലാവില്ലേ? How do I know that you are a policeman? இந்த பிரச்சனை தான் அவர் கேட்டு வந்தாரு. ജോണി വിട്ടുകള. ரைட்டு. இந்த ஆக்கெட்டு தான் காமிக்க கூடாது. நீ யார வேணா இரு, கேக்குறதுக்கு ஒரு பில்டப் காமிச்சிருப்பாரு நினைக்கிறேன். Any problem sir? കറക്റ്റ്. തൂക്കുവാനെ. ഇയാളിപ്പോ പറയുന്ന പോലെ അങ്ങ് ചെയ്. സാബ്ജി, ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ പല മീറ്റിങ്ങുകൾ ഉണ്ടാവും. അതിൽ പലയിടത്തും വരുന്ന പല ഡിഗ്നിറ്ററീസും കാണും. ചിലപ്പോൾ 2 അടിച്ചൊന്നും ഇരിക്കും. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നേവൽ ബേസിൽ ചെന്ന് പരാതിപ്പെടും. റോഡിലെ ഡ്രാമ ഞങ്ങളുടെ അടുത്ത് വേണ്ട. നേവി റൂള് വരുമ്പോ ഈ പറഞ്ഞൊക്കെ നോക്കാം. തൽക്കാലം ഇത് മട്ടാഞ്ചേരി പോലീസിന്റെ ജൂറിസ്ഡിക്ഷന്. ഞങ്ങൾ പരാതി എടുക്കുന്ന ഇവിടെ തന്നെയാ. ആയി പോണ്ട. നിങ്ങൾ എന്ത് ചെയ്യും? അറസ്റ്റ് தான் வேற என்ன. പ്ലീസ്. സാറാ ബാജു ഇവരൊക്കെ മുച്ചേ. என்ன இது? நீ யார வேணா இரு, குடிச்சிட்டு ரோட்ல வந்தா அப்புறம் பிடிக்கதான் செய்வாங்க. ஏரியால வந்து இவங்க ஏதாச்சும் அட்டுலையும் பண்ணி என்ன அது? യുവമാരത് പ്രശ്നമാക്കും സാർ. ഞാനും അത് പറയാൻ തുടങ്ങായിരുന്നു സാർ. എന്ത് പ്രശ്നമാക്കാം? ഡ്യൂട്ടി ഒബ്സ്ട്രക്ഷൻസും കൂടി ചേർത്തങ്ങ് ചാർജ് ചെയ്യണം. മറ്റോ നേരെ പോയിരിക്കുന്ന അതിനാ ഉറപ്പാ. കുറച്ചുകൂടി ടാക്ട്ഫുൾ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കാര്യം. ചാർജ് എടുത്ത ദിവസം തന്നെ. ശരി, ഞാൻ എന്തെങ്കിലും ചെയ്യാം. ജെയിംസിന് ഫോൺ കൊടുക്കുക. സാർ,
കേട്ടിടത്തോളം അവന്മാർ റിയാക്റ്റീവ് അല്ലേ? അവരുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോ നിങ്ങൾ എല്ലാവരും ഓട്ടത്തിനുണ്ടാവണം. ഒരു കാരണവശാലും ആ കോമ്പൗണ്ട് വിടരുത്. ആന്റണി, ഞാനടാ. எதனால ஆண்டனி கூப்பிட்டுறாரு அவரு? அந்த சல்யூட் வைக்கிற ஸ்டைல் அதே மாதிரி வச்சாருல்ல இப்போவும். அதேதான், சேம் அதேதான். ஆனா கொஞ்சம் வெறப்பா இருக்கிறதுல, മതിക്കരുതില്ല ആരെയും. സർ, ഹാർബറിലെ ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിന്റെ ആൾക്കാരാ. അവരെത്ര പേരുണ്ടെന്ന് ഒരു ഉറപ്പ് പറയാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചതെല്ലാം കൂലിക്കാളെ വെക്കുന്നോടാ റാസ്കൽ. ഈ ദൂരി ആമ്പിള്ളാർക്ക് കൊടുത്തിട്ട് വേറെ വല്ല പണിക്കും പോടാ. ഒറ്റ ഓർമ്മത്തിന് ഇവിടെ കണ്ടുപോരുത്. ഇറങ്ങണല്ലോ. ഗേറ്റ് തുറന്ന് തന്നെ കിടക്കണം. സർ, கொஞ்சம் அரகண்டானதுதான். அதனாலதான் ஞாபகம் மறைஞ்சு போயிருக்கு. கொஞ்சம் அதிகமாவே ஆடிட்டாரு போல. നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും അവര് വരുന്നത്. ഒരു കാരണവശാലും മുറിക്ക് പുറത്തിറങ്ങരുത്. എന്ത് ബഹളം കേട്ടാലും. ഗണ്ണുണ്ടല്ലോ ഒരു അത്യാവശ്യത്തിന്. തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോ എടുത്ത് ഉപയോഗിക്കാൻ തന്നെയാ തന്നിരിക്കുന്നത്. ഒരു വിഷമം വിചാരിക്കണ്ട. അവനവന്റെ തടിയേക്കാ വലുതല്ല കണ്ടവന്റെ ജീവൻ. ഒരാളിവിടെ വേണം. നിങ്ങൾ കൂടെ വാ. இந்த டைம்ல நீங்க பெருசா ஃப்ரெண்ட்ஸ் இல்ல போல. இப்பதான் ஃப்ரெண்ட்ஸ் ஆவறாங்க. கமிஷனர் தான் காமன் பாயிண்ட் இவங்க ரெண்டு பேருக்கு. ஆளே வைக்கிறானுங்களா? எல்லாம் நேவி ஆபீசர். ரைட். கிட்ட கேங் ஆகிதான் ஆக்கிருக்கானுங்க. போலீஸ் ஆபீசர் நேவி ஆக்கிட்டாங்க. இங்க இந்த சீனிவாசன், கேப்டன் சீனிவாசன். நீங்க இல்லீகலா போறீங்க? ചുമ്മാ പഴി വരുന്ന വരവിന് അവര് സ്ട്രീറ്റ് ലൈറ്റ് മുഴുവൻ എറിഞ്ഞു പൊട്ടിച്ചു. ഇരുട്ടാക്കിയിട്ട് കയറി അറ്റാക്ക് ചെയ്യാനായിരുന്നു തോന്നുന്നു പ്ലാൻ. ഇതുവരെ ഒന്നും ചാർജ് ചെയ്തിട്ടില്ല. സാറ് വരട്ടെ എന്ന് വിചാരിച്ചു. ആ ക്യാപ്റ്റന്റെ മെഡിക്കലും കഴിഞ്ഞു. 30 mg കൂടുതലാണ് ബ്ലഡിൽ ആൽക്കഹോളിന്റെ അളവ്. ഇതുവരെ പേപ്പറിലാക്കിയിട്ടില്ല. എക്സ്ക്യൂസ് മീ പ്ലീസ്. வேற வழி இல்ல. அப்படின்னா மராட்டி கெட்ட வார்த்தையா? മുംബൈയിൽ Q1 ബ്രാഞ്ചിലുണ്ടായിരുന്നു. ഞാനും ഫർഹാനും 2 കൊല്ലം. ഞാൻ ബാൻഡ്രയിലായിരുന്നു. ഓ, കുറച്ചു കാലം Q1 ബ്രാഞ്ചിലുണ്ടായിരുന്നു. ഈ ടെററിസ്റ്റുമായിട്ടുള്ള ഏർപ്പാട് പറ്റാത്തതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു പോകുന്നതാ. പ്രശ്നമാവും അല്ലേ? ഏയ്, ഇതിപ്പോ തീരും. അതിനാണല്ലോ അയാള് തന്നെ നേരിട്ട് വന്നിരിക്കുന്നത്. രാത് അഭി ഭി ബഹുത് ബാക്കി ഹൈ. ദാരു പീനാ ചലേ? ഞാൻ ഇന്ത്യയിലെ பேசிட்டு இருக்கேன். നൈറ്റ് ഇന്ന് മുടിയില്ല, സരകടി പോലാമാ. തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയി. മുംബൈയിൽ കിടന്ന് കളിച്ചയാൾക്ക് ഇതൊക്കെ വലിയ കാര്യമാണോ? ഫാദറും ബ്രദറും ഒക്കെ ഇവിടെ ആയിട്ടും മുംബൈ തന്നെ ഓപ്റ്റ് ചെയ്യാൻ എന്താ? കൂടുതലും അപ്പാടെ നിർബന്ധമായിരുന്നു. ഹൈ ലെവൽ കോണ്ടാക്ട്സിനും മറ്റും നല്ലതാണത്ര. വാട്ട് എവർ. ഏതായാലും ഇനി അങ്ങോട്ട് നമ്മുടെ സ്വന്തം കൊച്ചി. സ്വന്തം കൊച്ചിൻ. ദാറ്റ് റിമൈൻഡ്സ് മീ, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ഒരു നിരുപമ തബക്ക് ഉണ്ടായിരുന്നു. നിരുപമ തബക്ക സോഷ്യൽ സർക്കിൾസിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അറിയാം. ഡൽഹിക്കാരി, ജുവലറി ഡിസൈനർ, വമ്പന്മാരുടെ പാർട്ടികളിലെ സ്ഥിരം പൈസ. ആണുങ്ങൾക്ക് പിടികിട്ടാ പുള്ളിയാന്നാ പറയുന്നത്. പക്ഷെ കണ്ട മൊമെന്റിൽ തന്നെ ഞാൻ മനസ്സിൽ താജിലൊരു മുറി ബുക്ക് ചെയ്തു. വെറും 2 മണിക്കൂർ ഫ്ലൈറ്റിൽ തിരിച്ച് ലാൻഡ് ചെയ്യുമ്പോ ഞാൻ അങ്ങോട്ടല്ല, അവരിങ്ങോട്ട്. ലൈക്ക് ടു ഹാവ് ഡിന്നർ വിത്ത് മീ. എന്നിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ്. നോ താങ്ക് യു എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും. അത് വെറുതെ. സെയിന്റ് ആണ് താനെന്ന് വിശ്വസിക്കാൻ കുറച്ചു പാടാ. അയ്യോ സർ, സെയിന്റ് അല്ലായിരുന്നു എന്ന് മാത്രമല്ല, നല്ല 1ാം നമ്പർ ഡെവിൾ ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും കാര്യം ആലോചിച്ച് തുടങ്ങുമ്പോ തന്നെ കുറ്റബോധം വരും. അതുകൊണ്ട് മാക്സിമം ഒരു 10 മിനിറ്റ് ഫ്ലർട്ടിങ്, അതും വളരെ അത്യാവശ്യമുള്ളത് മാത്രം. എത്തിക്സ് അല്ലേ സർ നമുക്ക് ഏറ്റവും വലുത്. എന്താ എത്തിക്സിന്റെ പേര്? ஆரியா. ഇവയൊക്കെ ഒരു കല്യാണം മണിക്ക് ഉറപ്പുണ്ടായിരുന്നു. എൻഗേജ്മെന്റ്. മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജ് ചെയർമാൻ പുതിയതായി ചാർജ് എടുത്ത IPS ഓഫീസറെ യൂണിയൻ ഇനോഗ്രേഷൻ ക്ഷണിക്കാൻ വേണ്ടി വരുന്നു. റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. അപ്പൊ തൽക്കാലം ലോങ് ഡിസ്റ്റൻസ് പ്രണയമാണ്. ക്യാമ്പസ് സെലക്ഷൻ വിപ്രോ കൊച്ചി. ടു ദ യൂണിയൻ ചെയർമാൻ, IPS ഓഫീസർ ആൻഡ് ടു കൊച്ചി. சரக்கடிச்சு பெஸ்ட் ஃப்ரெண்ட் ஆயிட்டாங்க போல. நான் ரெபேக்கா போர்ஷன்லாம் இருக்குன்னு நினைக்கிறேன். ഗുഡ് നൈറ്റ്. ഒന്ന് കേറിട്ട് പോവാം. ഓ, ലേറ്റ് ആയില്ലേ? പിന്നീട് ഒരിക്കലാവട്ടെ. ഇവിടം വരെ വന്നായിരുന്നു. അപ്പയൻ ചേട്ടൻ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. റൈറ്റ്. പോളിന്റെ പ്ലേസ്മെന്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം സർ, സോ ദാറ്റ് there is more privacy. Okay sir. Kids play area should be wider. But sir, അപ്പൊ ഇത് And most importantly, parking area.
Owner's parking is fine, but கேட்டாங்க மரியாதை ஸ்டார்டிங்ல கேட்டாங்க இதை. it looks clumsy. ആര്യൻ കമോൺ, വേറെ ഏത് കാര്യത്തിനെ കുറിച്ച് ഓർത്ത് ഡിസ്റ്റർബ്ഡ് ആയാലും ഞാനത് എങ്ങനെ എടുത്തു എന്നോർത്ത് വിഷമിക്കണ്ട. അത് ആ മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ കളഞ്ഞു. തനിക്കത് പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നേക്കാൾ കൂടുതൽ അവിടെ ഇൻസൾട്ടഡ് ആയത് താനാണെന്നും എനിക്കറിയാം. ഇനിയും ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ ഇറങ്ങിപ്പോയി രണ്ടെണ്ണം അടിക്കണമെന്ന് തോന്നിയ 1800 എനി ടൈം. ഹലോ ഹലോ സരക്കടിച്ച് ഫ്രണ്ട്സ് ആയിട്ടായി. വെളിവുള്ള ഏതെങ്കിലും നേരത്ത് വന്ന് ഞാൻ പുള്ളിയെ കയ്യിലെടുത്തോളാം. 30 വർഷമായിട്ടും എന്നെ കൊണ്ട് പറ്റാത്തതാ. എന്തായാലും ഡോർ ഓപ്പൺ ആക്കിയിട്ടതിന് താങ്ക്സ്. ഇതൊരു കുരിശായല്ലോ എന്ന് തോന്നുന്ന അത്ര ഫ്രീക്വൻസിയിൽ ഇനി എന്നെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കാം. നാളെ അപ്പോ നമ്മൾ സാറിന്റെ വീട്ടിലാണ് കൂടുന്നത്. ஒரு வீடா? சரியான வாழ்க்கைய வாழ்ந்துருக்காங்க. சேட்டான சேட்டா, ஃபுல் சேட்டா. நேவி ஆபீசர் தானே அவரு? ஓ, இந்த ட்ரெஸ்ல தான் போட்டோ எடுத்திருந்தாங்க 3 பேரும். இவனுங்க வேற ஏதோ ஸ்கெட்ச் போட்டுட்டு இருக்கானுங்க. தானே என்ன அடி வாங்கினானுங்களே இவனுங்க தான். தீரஜ் போட்டு பொல பொழந்துட்டாரு. ஏதோ சம்பவம் பண்ணாம போச்சு. അവരോட PNC കൂട്ട് വരാൻ നിனைக்கிறேன். ആ, ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു നേരാവും തോന്നുന്നു. ഇല്ലെന്നേ, യൂഷ്വൽ കോട്ട. അവൻ താൻ എൻ്റെ അടുത്തുണ്ട്. ആനി. ഓ ആ ആനി, മച്ചാൻ സൺഡേ അങ്ങ് വരാം പോരെ? വ്യാഴാഴ്ച അപ്പന്റെ ആണ്ടാ, പള്ളി വരുമോ? എനിക്ക് വേറെ പണിയുണ്ട്. ഇനി പണിയൊന്നും ഇല്ലെങ്കിലും ഞാൻ വരില്ല. മരിച്ചു പോയതുകൊണ്ട് അയാൾക്ക് യോഗ്യത കൂടിയിട്ടൊന്നുമില്ലല്ലോ. ഈ വിഷയത്തെ കുറിച്ച് നമുക്കിനി തർക്കിക്കണ്ട. സൺഡേ കാണാം. അപ്പൊ ഇവർക്ക് മേലെ ഡൗട്ട് വരക്കൂടാது. ജീവിച്ചിരുന്നപ്പോ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോഴും അവൾക്ക് അയാളോട് സിമ്പതി. 10-15 കൊല്ലമാ അവളെയും കയ്യിൽ വെച്ച് ഒറ്റയ്ക്ക് ഞാൻ ഓടിയത്. ഒരു ബാലൻസ് കിട്ടിയെന്ന് തോന്നിയത് നീ വന്നേ പിന്നെ അവളുടെ എന്റെ ലൈഫ്. ഞാൻ വിചാരിച്ചു നീ അവളുമായിട്ട് ആ വഴിക്ക് അങ്ങ് പോകുമെന്ന്. இப்ப யாருதான் இந்த இதெல்லாம் பண்ணிட்டு இருக்கா? என்னாச்சு? அடிச்சிருக்கானுங்க. എന്താടാ ഇത്? போச்சு, இது பெரிய பிரச்சனை ஆயிடும். இப்ப கன்ஃபார்ம் இது பெரிய பிரச்சனையாகும். முன்னாடியாச்சும் யாரும் தெரியாது, சரியாவ இப்ப ஃப்ரெண்டு வேற. தெரிஞ்ச ஃபேன்சி போய் கை பிடிச்சிடு. ஐயோ 6 സ്റ്റിച്ചാ. 2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. നല്ലതാ, അവന്റെ തലയൊന്നും തണക്കട്ടെ. എന്തോ ഭാഗ്യത്തിന് ആ ഒരു കൺഫ്യൂഷനിൽ ആരാ അടിച്ചെന്നവർക്ക് പിടികിട്ടിട്ടില്ല. പക്ഷെ സ്റ്റാൻഡ് ചെയ്യുന്നൊരു വിറ്റ്നസിനെ കിട്ടിയാ പിന്നെ ഇത് കേസ് വേറെയാ. പോരാഞ്ഞതാ ഇവന്മാരും ഫുൾ സിംഗിലാ. മുംബൈ പോലീസ് മനസ്സിലായില്ലേ? നമുക്ക് 3 പേർക്കും കൂടിയുള്ള പുതിയ പേരാ. ഓ റൈറ്റ്. ഇവന്മാരിത് എങ്ങനെ അറിഞ്ഞു? ഫാമിലിയും ഫ്രണ്ട്സും അല്ലാതെ പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഗസ്റ്റ് നമ്മളാ. ആര്യന്റെ വക ഷോയും ഉണ്ടായിരുന്നല്ലോ. നീയോ അവനോ ആണോന്ന് ഊഹിക്കാൻ 6th സെൻസ് ഒന്നും വേണ്ട. ഇടയിൽപ്പെട്ടത് ഞാൻ. ACP Anthony Moses, nicknamed Rascal Moses, is alleged to be the main troublemaker of the 3. അഭിമാനം തോന്നുന്നുണ്ടല്ലേ? ഒരു അപേക്ഷയുണ്ട് രണ്ടുപേരോടും. എന്റെ ഒറ്റയാളുടെ ഉത്തരവാദിത്തത്തിലാ നിങ്ങൾ ഹൈദരാബാദിലേക്ക് വിടുന്നത്. അവിടെയുള്ള ഒരാഴ്ച കൊണ്ട് എന്റെ പേരില്ലാതാക്കരുത്. രണ്ടുപേരും അതിനുള്ള കപ്പാസിറ്റി ഉള്ളവരായതുകൊണ്ട് പറയാ. ഏതായാലും വലിയ ചതിയായി പോയി. IPS പിള്ളേരെ പഠിപ്പിക്കുക എന്തൊരു അത്യാവശ്യമുള്ള കാര്യമാണ്. ഇനി അങ്ങനെ പറഞ്ഞു. കൃത്യസമയത്ത് അവർ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത് നിങ്ങളുടെ ഭാഗ്യം. അവര് വേണോന്ന് പറഞ്ഞ ഓഫീസേഴ്സിനെ ഒഴിവാക്കിയിട്ടാ നിങ്ങളെ ഞാൻ വിടുന്നത്. ഇവിടെ നിന്നാ മീഡിയ പിന്നെയും പുറകെ വന്ന് രണ്ടിനെയും വൈറ്റ് വാഷ് ചെയ്ത് വിടും. മാറ്റി നിർത്തി എല്ലാം ഒന്ന് തണുപ്പിക്കാൻ നോക്കുമ്പോ അതിനും കുറ്റം. ഞാനിപ്പോ ചിന്തിക്കുന്നത് അതല്ല, അതിന്റെ ഉള്ളിൽ എന്തായിരിക്കുമോ എന്തോ നടക്കുന്നു. മുംബൈയിലായിരുന്നപ്പോ പാർട്ടിങ്ങും ലിക്കറും ആയിരുന്നു. അതായിരുന്നു ഭേദം. പുതിയ ഫ്രണ്ടിനേക്കാൾ അയാളുടെ റെപ്യൂട്ടേഷൻ എന്താണെന്ന് അറിയാവോ? പേര് കേൾക്കുന്നതിന് ആൾക്കാർക്ക് വെറുപ്പാ. തിരക്കി നോക്ക്. എന്തായാലും എന്നെ പറ്റി ഓർത്ത് അഭിമാനിച്ചേ അടങ്ങൂ എന്ന് നിർബന്ധമില്ലാത്ത ഫ്രണ്ടാണ്. എന്റെ അംബീഷൻസിന്റെ ലിസ്റ്റിൽ ഒരിക്കലും ഇല്ലാതിരുന്ന IPS തിരികെ കയറ്റി വെച്ചതെന്ന് എന്റെ ആഫ്റ്റർ എഫക്റ്റ്. അങ്ങനെ കരുതിയാൽ മതി എന്റെ പേരിൽ വേണ്ടി വരുന്ന തലകുനിക്കൽ. സണ്ണേ, ആ കാറിന് മുമ്പിലേക്ക് ഒന്ന് കയറ്റി നിർത്ത്. IPS நல்லா டொயட்டோட சுத்திட்டு இருக்காங்க.
എന്തായി കാണിക്കുന്നത്? இந்த கார் தான் அது பின்னாடி வந்தது. ரைட்டு. அப்ப இவங்க ட்ரியோவா மாறிட்டாங்க. 3 பேருக்கு 50க்கு அப்புறம் ஃபுல்லா. அதான் பிரிச்சுட்டீங்களேடா. என்னடா பாக்குறீங்க இந்த மாதிரி பாக்குறீங்க. റഹ്മാൻ പാവം ഇരുണ്ട് മാട്ടിട്ടാரு. ഇവനെ നോക്കിക്കോളണേ. ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയ കാര്യം. രണ്ടുപേരും ശരിയാണ് ചേട്ട. ഇതിൽ വേറെ IPS രണ്ടുപേരും. പക്ഷേ നമ്മൾ 3 പേരും കരുതിയില്ല ആ യാത്ര നമ്മുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന്. Forever. ஓகே, பார்ட் 2 ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 3ல சந்திப்போம். நன்றி, வணக்கம். பை பாய்.